നമസ്തേ, വിഷ്ണു ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നോട് പറയുന്നത് ഡൽഹി പോലീസിലേക്ക് വന്നിട്ടൊരു ജോബ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടാണ്. അപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ വിവരങ്ങളും ഇത് മൊബൈൽ ഫോൺ വഴി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 16/6/2022, അതായത് ജൂൺ മാസം 16-ാം തീയതി വരെ നമുക്കിത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. പേര് വന്നിട്ടുള്ള മൊത്തം ഒഴിവുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് 559 ഒഴിവുകളും പെൺകുട്ടികൾക്ക് 276 ഒഴിവുകളും ഇതിൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഗവൺമെൻറ് കൊടുക്കാനുള്ള ഏജ് റിലാക്സേഷൻ ഇതിൽ പറയുന്നുണ്ട്. SC STക്ക് 5 വർഷവും OBCക്കാർക്ക് 3 വർഷവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ PWD കാറ്റഗറിയിൽ വരുന്നവർക്ക് അതിൽ ഗവൺമെൻറ് കൊടുക്കാറുള്ള എല്ലാവിധ ഏജ് റിലാക്സേഷനും ഇതിലുണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് നമ്മൾ +2 പാസ്സായിട്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം നമുക്ക് ടൈപ്പിംഗ് അറിയണം, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. ഇംഗ്ലീഷ് ആണെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ്, ഹിന്ദി ആണെങ്കിൽ 25 വേർഡ് പെർ മിനിറ്റ്. ആ ടൈപ്പിങ്ങിൻ്റെ സ്പീഡ് ഉണ്ടായിരിക്കണം. പിന്നെ ഡിഗ്രി NCC ഇതൊക്കെ ഉള്ളവർക്ക് ഗ്രേസ് മാർക്ക് കൂടുതലുണ്ടായിരിക്കും. ഇതിൽ ഫിസിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് മെയിൽ കാൻഡിഡേറ്റ്സിനാകുമ്പോൾ ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് അളവ് മിനിമം 78 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഒരു 5 സെൻറ്റിമീറ്റർ വികസിപ്പിക്കാനുള്ള കപ്പാസിറ്റിയും നമുക്കുണ്ടായിരിക്കണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് പറയുകയാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിന് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. റിട്ടേൺ ടെസ്റ്റ് നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ട്. കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം ഇത്തരം സ്ഥലങ്ങളിൽ ഇതിൻ്റെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിൽ ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. അതായത് ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഓട്ടം ഇതിലെല്ലാം ഉള്ള ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ നമ്മുടെ SSCയുടെ സൈറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സൈറ്റിൽ കയറിയിട്ട് ഈ നോട്ടിഫിക്കേഷൻ പേജ് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്നും ഇതിന് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഡെമോ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ സൈറ്റ് ഓപ്പൺ ആക്കുക. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. ഇതിൽ നമ്മൾ ID യും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് വരുമ്പോൾ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ്റെ പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ 2022. ഇതിൽ ഈ നോട്ടിഫിക്കേഷനുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട നോട്ടിഫിക്കേഷൻ പേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ വിവരങ്ങളും ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക. അതായത് ഇതിൽ അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാനുള്ള പേജിലേക്കാണ് വരിക. ഇതിൽ ആദ്യം തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത എല്ലാ വിവരങ്ങളും നമുക്ക് വായിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും. അത് ഇംഗ്ലീഷിൽ വേണോ ഹിന്ദിയിൽ വേണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സാം സെൻറ്റർ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അതിൽ ആ സെൻറ്ററിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു 3 സെൻറ്റർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ബാക്കി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ബാക്കി കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ടി വരുള്ളൂ. നമുക്ക് എന്തെങ്കിലും അതായത് നമ്മുടെ എക്സാം സെൻറ്റർ, പിന്നെ നമ്മുടെ എക്സാം എഴുതേണ്ട ലാംഗ്വേജ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതായത് നമ്മുടെ 27ാമത്തെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് ഇതിൽ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ്, പാസ്സായ വർഷം, നമ്മൾ പഠിച്ച സ്ഥലം, ഏതായിരുന്നു ലാംഗ്വേജ്, എല്ലാ കാര്യങ്ങളും ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഞാൻ എൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഫോട്ടോൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 3.5 സെൻറ്റിമീറ്റർ വെടുത്തും 4.5 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സിഗ്നേച്ചറിനും കൊടുത്തിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ വെടുത്തും 2 സെൻറ്റിമീറ്റർ ഹൈറ്റും. അപ്പോൾ ഇത് നമ്മൾ മൊബൈൽ ഫോണിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്, ഫോട്ടോ റീസൈസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് ഈ ഒരു സൈസിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇതിൽ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറി ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ആ ഗാലറിയിൽ നിന്ന് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. പിന്നെ എല്ലാവരും കൊടുത്തു കഴിഞ്ഞിട്ടുള്ളൊരു ഡിക്ലറേഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഈ ക്യാപ്ച കോഡ് അടിച്ചിട്ട് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത എല്ലാ വിവരങ്ങളും നമുക്ക്
ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ മോഡിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള പേജിലേക്കാണ് പോവുക. അപ്പോൾ അത് SC/ST കാറ്റഗറിക്കാർ, വനിതകൾ, PWD കാറ്റഗറിയുള്ളവർക്കൊന്നും ഫീസ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ബാക്കിയുള്ളവർക്കൊരു 100 രൂപ ഫീസ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ആ പേയ്മെൻറ്റ് കൂടി അടച്ചു കഴിഞ്ഞാൽ ഫൈനൽ സബ്മിഷൻ കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള പ്രോസസ്സ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം.